ഗൈസ്, അപ്പൊ ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 പ്രൊമോ വീഡിയോ റിലീസായിട്ടുണ്ട്. അത്യാവശ്യം ലാലേട്ടൻ അടിപൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയുടെ ട്രെയിലറിന്റെ സെറ്റപ്പിൽ അത്ര ഒരു ക്വാളിറ്റിയോടെയാണ് സംഭവം ചെയ്തിരിക്കുന്നത്. സംഭവം പ്രൊമോ വീഡിയോ കൊള്ളാം. പക്ഷേങ്കിൽ പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്ന അത്രത്തോളം പഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബിഗ് ബോസ് 7 വരുമ്പോൾ പ്രോഗ്രാംസിലോട്ട് വരുമ്പോൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ്. എങ്കിലും ഇന്ന് നമ്മുടെ 2 മണിക്കൂർ മുന്നേ നമ്മുടെ ബിഗ് ബോസ് 7 പ്രൊമോ വീഡിയോ റിലീസായിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഏതായാലും ഒന്ന് കണ്ടിട്ട് വരാം. ലാലേട്ടൻ ഒരു അടിപൊളി ഇടിവെട്ട് ഗെറ്റപ്പിലാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണാം. ബ്രഹ്മാണ്ട ഷോട്ടാണ്, സൂപ്പർ ഷോട്ടാണ് കേട്ടോ. നല്ല സിനിമാറ്റിക് അതാ ഈ കോസ്റ്റ്യൂംസിലുണ്ടല്ലോ, ബ്ലാക്ക് ഇട്ടൊരു കോസ്റ്റ്യൂംസ്. വെറുപ്പിക്കരുത്, ഇനി ഞാനത് സമ്മതിക്കില്ല. വലിയ ഫാൻ ബോയ് സാർ. പതപ്പിക്കല്ലേ, ഞാൻ പതപ്പിക്കും. തേച്ച് കുളിച്ച് കളിമാറ്റി കളത്തിലിറങ്ങ. ലൈൻ കട്ട്. അയ്യോ, എല്ലാരും കൂടെ കുണുവാവയെ ഒറ്റപ്പെടുത്തുന്നോ? എന്തിനാ മോളൂ ഷോയുടെ ഉള്ളിൽ വേറൊരു ഷോ? വിക്ടിം കാർഡ് ഇറക്കല്ലേ, ചീട്ടയും കീറും. വിട്ടേക്ക് ലാലേട്ടാ, മോളും നല്ലൊരു സോളാ. നന്മ മരമേ, നിന്റെ അടവ് ഞാൻ എടുത്ത് അടുപ്പത്തിടും. കാണാ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇറങ്ങി വാടാ തുരപ്പ. ഒളിച്ചിരുന്ന് വാഴയായിട്ട് സേഫ് കളിക്കുക. കൂമ്പിയാൻ തോരൻ വയ്ക്കും. ജാഗ്രത. എന്തെന്നടേ ഇത്? ടാസ്ക് പ്രിപ്പറേഷൻ. ഇമാതിരി അങ്കനവാടി ടാസ്കുമായിട്ട് വന്ന കൊമ്മറ്റിക്കും കിട്ടും പണി. ഞാൻ ഈ സേഫ് കളി എന്ന് പറഞ്ഞത് എല്ലാരെയും ഉദ്ദേശിച്ചാണ്. ഫേക്ക് കാർഡ്, സേഫ് കാർഡ്, ഷോപ്പിംഗ് കാർഡ്, നന്മ കാർഡ്, ഒളിക്കൽ കാർഡ്, പ്രിപ്പയർഡ് കാർഡ്, വിക്ടിം കാർഡ്. ഈ കാർഡുകളൊന്നും ഇനി ഈ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോ തരും ഞാൻ 7ന്റെ പണി. വീണ്ടും എന്നെ മഴയത്ത് നിർത്തല്ലേ, മുണ്ട് മടക്കി കുത്തിക്കല്ലേ. ബിഗ് ബോസ് സീസൺ 7 7ന്റെ പണി ഉടൻ വരുന്നു നമ്മുടെ ഏഷ്യാനെറ്റിലും 24/7 ജിയോ ഹോട്ട്സ്റ്റാറിലും. അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പ്രൊമോ വീഡിയോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കൊരു മാസ് സിനിമയുടെ ട്രെയിലർ കണ്ട പോലെ ഉണ്ട്. സംഭവം കൊള്ളാം. ലാലേട്ടൻ ഈ ഗെറ്റപ്പിൽ, ഈ കോസ്റ്റ്യൂംസ്, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒരു സിനിമയും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. താടിയൊക്കെ എടുത്ത് നല്ല മാസ് ലുക്കിൽ ആൾ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ബിഗ് ബോസിൽ ആരൊക്കെയാണ് സെലക്റ്റഡ് എന്ന് ഇപ്പോഴും നമുക്ക് ഫൈനലായിട്ടുള്ളൊരു ഡീറ്റെയിൽ അറിയില്ല. അതിനകത്ത് വരുന്ന കണ്ടസ്റ്റിനെ പോലെ ഇരിക്കും ബാക്കിയുള്ള നമുക്ക് കാണാനുള്ള താല്പര്യം കാര്യങ്ങളൊക്കെ. എന്തായാലും പ്രൊമോ സംഭവം സൂപ്പറായിട്ടുണ്ട്, ഇടിവേറ്റ് ആയിട്ടുണ്ട്. ഇപ്രാവശ്യമെങ്കിലും കുറച്ച് ക്രിഞ്ച് ഒഴിവാക്കിയിട്ട് ഈ ബിഗ് ബോസ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം യൂത്തും കൂടെ ആൾക്കാർ കൂടുതൽ കാണുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ക്രിഞ്ചായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ. എന്തായാലും നമുക്ക് ബിഗ് ബോസ് 7 വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പം ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം.